ഹലോ ഗേയ്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് വൈകുന്നേരത്തെ ചായക്കൊരു ചെറിയൊരു കടി എന്ന് വെച്ചാൽ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് മുറിച്ചിട്ടിട്ടുണ്ട് ചെറുങ്ങനെ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര ഏലക്കായി ഇട്ട് പൊടിച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെല്ലം ഉരുക്കിയത് അതുകൊണ്ട്, പിന്നെ കുറച്ച് അവിൽ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് പരിപാടി. അവിൽ നമുക്ക് വറുത്തെടുക്കണം. അതുപോലെ ഈ പഴം നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് പാന് വെച്ചിട്ട് കത്തിക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള പരിപാടിയാണിത്. അപ്പം ഇങ്ങനെ കുട്ടികളെല്ലാം കഴിക്കാണ്ടുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ കൊടുത്താൽ മതി, കുട്ടികളെല്ലാം കഴിച്ചോളും. അപ്പം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. നെയ്യ് ഉരുകിയെന്ന വിചാരം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് മുറിച്ചിട്ട് വെച്ച ഈ നേന്ത്രപ്പഴം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. 3 ചെറിയ നേന്ത്രപ്പഴം, അധികം വലിയതൊന്നല്ല, ചെറുതാണ്, ഒരുപാട് വലിപ്പമുള്ളതല്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിലിനെ ഇതിൻ്റെ അകത്തേക്ക് ഈ നെയ്യിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങയും കുറച്ചൊന്ന് വറുത്ത പോലെ ആക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏലക്കായെല്ലാം പൊടിച്ച് വെച്ചില്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഏലക്കായ പൊടിച്ചിട്ടുണ്ടല്ലോ, പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് ഞാൻ ഏലക്കായ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. നെയ്യിൽ വറുത്ത് മധുരവും കൂടിയല്ലേ. അപ്പോൾ നല്ല വഴന്ന് വരുന്നുണ്ട് ഗൈസ്. നേന്ത്രപ്പഴമെല്ലാം നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. നേന്ത്രപ്പഴം ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. നേന്ത്രപ്പഴം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുപോകില്ല. അപ്പോൾ ഇനി ഒന്ന് തേങ്ങ എടുത്തിട്ടെ. തേങ്ങ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലൊന്ന് വറുത്തെടുക്കാം. അവിലും ഇതിനകത്തേക്ക് ഇടാം. ഈ തേങ്ങ എടുത്തിട്ട് ഇങ്ങോട്ട് വേറെ വെക്കണം. ഒന്ന് അധികം ചോക്കണ്ട, ഇതൊന്ന് വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നമുക്ക് ഈ പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റാം.
അപ്പം അതും റെഡിയായി. തേങ്ങയും ഇവിടെ ആക്കി വെച്ചു. ഇനി നമുക്ക് അവിലെടുത്ത് അവിലിനെ എടുത്തിട്ട് അപ്പം ഇനി അവിലൊന്ന് ചൂടായിട്ട് വരണം. അവിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെല്ലം ഉരുക്കിയ ഇതുണ്ട്, അത് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടാണ് ഇതാക്കേണ്ടത്. അപ്പം മധുരത്തിന് മധുരമായി എല്ലാം നല്ല കണ്ടീഷനായി. അപ്പം തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ അവിൽ തിന്നാൻ പറ്റാത്ത കൂട്ടർക്കെല്ലാം ഇങ്ങനെയാക്കിയിട്ട് തിന്നു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ആയിട്ടില്ല, ലേശം കൂടിയാവാനുണ്ട്. ഒന്ന് നല്ല പൊടിഞ്ഞൊരു പോലെ ആവണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ സാധാരണ അവിൽ പോലെ തന്നെ ഉണ്ടാവുമല്ലോ. ഒന്ന് ചെറിയ തോതിൽ നമുക്ക് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പൊടിക്കുന്നൊന്നുമില്ലേ, ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക, പൊടിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. അവിൽ നല്ലോണം പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ ഒരു പൊട്ടലുണ്ടല്ലോ അവിലിന്, നമ്മൾ അരിയെല്ലാം വറുക്കുമ്പോൾ പൊട്ടുന്ന പോലെ അങ്ങനെയായി വരുന്നുണ്ട്. അപ്പം നമ്മളെ ശരീരത്തിന് നല്ലത് തന്നെ പഴം, നെയ്യ്, അവിൽ, തേങ്ങ ഇതെല്ലാം കൂടിയാണ് ഉള്ളത്. പിന്നെ അണ്ടിപ്പരിപ്പിലുള്ള കൂട്ടർക്ക് അതെല്ലാം ഇടാം. എൻ്റെ അടുത്ത് ഇപ്പം അതൊന്നുമില്ല, അണ്ടിപ്പരിപ്പെല്ലാം തീർന്നു, അതൊന്നുമില്ല. ഏകദേശമായി കറുമുറ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ എടുത്തു വെച്ച വെല്ലം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അരിച്ച് വെച്ചതാണ് ഞാൻ. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് വെക്കുന്നു. ഇനി ഞാനിവിടെ എടുത്ത് വെച്ച തേങ്ങ അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. സൂപ്പർ സാധനമാണ്, കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ പോകും. അപ്പോൾ ഇതാ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഏലക്കായും കൂട്ടിയിട്ട് അതും കുറച്ച് ഇതിൻ്റെ മേലെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ച് മാത്രം, ബാക്കി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അതുമായി. അപ്പോൾ എടുത്തു വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതും ഇതിനകത്ത് കുറച്ച് എടുത്തിട്ടെ, കുറച്ചട വെക്കുന്നുണ്ട്. എല്ലാം എടുത്തിട്ടില്ല, കുറച്ചട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാം. എല്ലാം നല്ല കണ്ടീഷനായി, അതിൽ നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് സെർവ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കി ഞാൻ. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റ് വെച്ച് വടച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ അവിലെടുത്ത് വെച്ച പ്ലേറ്റ് ഉണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ വളർന്നു. അവിൽ എടുത്ത് വെച്ച പ്ലേറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ വളർത്തുന്നുണ്ട്.
ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് കൂടി വേണം. അപ്പം എല്ലാം കണ്ടിട്ട് അപ്പം ഞാൻ ഇതിൻ്റെ മേലെ ഈ പഴം നെയ്യിൽ വറുത്തെടുത്തിട്ടില്ലേ, അത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. സൂപ്പർ 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 ടേസ്റ്റി ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് നമ്മളെ ചായക്ക് ഇന്നത്തെ പരിപാടി. അതിൽ നെയ്യിലെടുത്തത്, പഴം നെയ്യിൽ വഴറ്റിയെടുത്തത്, പഞ്ചസാര, കുറച്ച് വെല്ലം ഉരുക്കിയത്, ഇതെല്ലാം സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വേണ്ടിക്കൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ ഇതിൽ നിന്ന് ഞാൻ ടേസ്റ്റ് നോക്കാം. ഇതാ വാവ്, നല്ല അടിപൊളിയാണ് സാധനം കേട്ടോ. അവർ നല്ല വറുത്തിട്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇതാ സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. കുട്ടികളൊന്നും തിന്നൂല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി. കുട്ടികൾ വാങ്ങി വാങ്ങി കഴിച്ചോളൂ. പഴമൊന്നും തിന്നാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.